എനിക്കൊരു പരിചയമില്ല. അല്ല, ഇയാള് അനന്തു എന്ന് പറഞ്ഞ പ്രതി ഞാൻ പങ്കെടുത്ത യോഗത്തിൽ സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ മാത്രം അറിയാം. എനിക്ക് പരിചയമില്ല. എനിക്ക് അദ്ദേഹം സ്വാഗതം ചെയ്ത ആളാണ് പ്രതി, അതേ ഉള്ളൂ. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ എസ് പിയുടെ അടുത്ത് പരാതി പറഞ്ഞു, നോക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ എസ് പിയുടെ അടുത്ത് പരാതി പറഞ്ഞു, നോക്കട്ടെന്ന് പറഞ്ഞു. ഈ അഡ്വൈസർ ആയത് ആരുണ്ടോ സാറേ? സാറിങ്ങനെ ഒരു അഡ്വൈസർ ആയത്, ഇതിന്റെ ഒരു അഡ്വൈസർ ആയത് അതാരുണ്ടായിരുന്നു? അത് അനന്തകുമാർ പറഞ്ഞ അഡ്വൈസറായി. അനന്തകുമാറാണ് എന്നെ അഡ്വൈസറായിട്ട് പേര് വച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വൈസറായിട്ട് കുറച്ചു കാലം വച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പണം പിരിക്കണ കേട്ടു. അന്ന് ഞാൻ അഡ്വൈസർ സ്ഥാനം പിരിയുകയും ചെയ്തു. ഈ അനന്തകുമാറായിട്ട് ദീർഘകാലമായിട്ട് പരിചയമുണ്ട്. അനന്തകുമാർ സായി ട്രസ്റ്റിൻ്റെ പല യോഗങ്ങളിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. സായി ട്രസ്റ്റിൻ്റെ മീറ്റിങ്ങുകളിലും പല പബ്ലിക് മീറ്റിങ്ങുകളിലും. ഞാൻ പബ്ലിക് മീറ്റിങ്ങുകളിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ല, ഞാൻ ഈ അനന്തകുമാറിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അനന്തകുമാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ സംഘടനയിൽ നിന്ന് പിരിയുകയാണ്, എനിക്ക് ഇതിനെ തുടരാൻ ആഗ്രഹമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ ജൂലൈയിൽ എഴുതി അയച്ചു. അപ്പോൾ പുള്ളി അത് അംഗീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. അറിയില്ല ഇതിൻ്റെ അടിയൊഴുക്ക് വല്ല മുനമ്പോ ഉദ്ദേശമാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെയൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അല്ല, അങ്ങനെ ആണോ സംശയിക്കുകയാണല്ലേ. ഇപ്പം മനഃപൂർവ്വം എൻ്റെ പേരെഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ രക്ഷാധികാരിയാണെന്ന് എഴുതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ടാണ് FIRൽ എൻ്റെ പേരിട്ടത്. ഞാൻ രക്ഷാധികാരിയാണോ എന്ന് എന്നോട് പോലും ചോദിച്ചിട്ടില്ല പോലീസ്.